അപ്പോൾ പുതിയൊരു കഥയുമായി ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നേക്കരുത്. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ അത്രയും അത്യാവശ്യമായതുകൊണ്ടാണ് പിന്നെയും പിന്നെയും ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ കഥയിലേക്ക് കടക്കാം. എനിക്ക് അവളെ അങ്ങനെ പെട്ടെന്നൊന്നും ഉപേക്ഷിച്ച് കളയാൻ പറ്റത്തില്ല, ലൂക്ക പതിയെ പറഞ്ഞു. എന്താ നിനക്കതിന് പറ്റാത്തത്? നിന്റെ അപ്പനെ പോലും ധിക്കരിച്ച് നിന്റെ കൂടെ കൂട്ടാൻ മാത്രം അവൾ നിന്റെ ആരാ ലൂക്ക? ജോൺ ദേഷ്യത്തോടെ ലൂക്കയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ലൂക്ക അപ്പന് മറുപടി ഒന്നും കൊടുത്തില്ല. നാടു ചുറ്റാൻ പോയ മകൻ ഒരു പെണ്ണിനെയും കൊണ്ട് വന്നപ്പോൾ നാട്ടുകാരുടെ മുമ്പിൽ എൻ്റെ തലയാ താഴ്ന്നു പോയത്. നിന്നെ വക്കീൽ വിഭാഗം പഠിപ്പിച്ചത് 10 ചിക്കിളി ഉണ്ടാക്കിക്കോട്ടെ എന്ന് കരുതിയിട്ടാ, അല്ലാതെ നാട്ടുകാർക്ക് സേവനം ചെയ്യാനല്ല, ജോൺ ദേഷ്യത്തോടെ പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ഭാഗം പറഞ്ഞു കഴിഞ്ഞു. ആ പെൺകുട്ടിയുടെ കേസ് കഴിയുന്നവരെ അവൾ എൻ്റെ കൂടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞാൽ അപ്പം പറയുന്ന പോലെ എന്ത് വേണമെങ്കിലും ചെയ്യാം. മതിയോ? ലൂക്കക്ക് ദേഷ്യം വന്നുപോയി. ആ, അന്ന് നീ വാക്ക് മാറാഞ്ഞാൽ മതി, ജോൺ തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് എഴുന്നേറ്റ് പോയി. നിനക്ക് അപ്പം പറഞ്ഞത് കേട്ടാൽ എന്താ ലൂക്ക? കത്രീന പതിയെ അവൻ്റെ മുടിയിൽ ഒന്ന് തലോടിക്കൊണ്ട് ചോദിച്ചു. അപ്പച്ചന് ഇതൊന്നും ചിന്തിക്കാനുള്ള ശേഷിയില്ലായിരിക്കും. അമ്മച്ചി ഇത് തന്നെ പറയരുത് പ്ലീസ്. അതൊരു പെൺകുട്ടിയാണ് അമ്മച്ചി. പട്ടിയെ പോലെ പണിയെടുപ്പിക്കാൻ അവരെടുത്തു കളഞ്ഞത് അതിൻ്റെ ഗർഭപാത്രമാണ്. അമ്മച്ചി ഒരു സ്ത്രീയല്ലേ? അമ്മച്ചിക്കാണ് ഈ അനുഭവം ഉണ്ടായതെങ്കിൽ അമ്മച്ചിക്ക് സഹിക്കുമായിരുന്നോ? ലൂക്ക ദേഷ്യത്തോടെ ചോദിച്ചു. എന്തോ ലൂക്ക അങ്ങനെ എടുത്തു ചോദിച്ചപ്പോൾ കത്രീന പിന്നെ ഒന്നും മറുപടി പറഞ്ഞില്ല. ലൂക്ക ആ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് ബാറിലോട്ടാണ്. ടെൻഷൻ വരുമ്പോൾ 2 എണ്ണം അടിക്കണം. അത് ലൂക്കയുടെ ഒരു ശീലമാണ്. ആ ശീലം ഇപ്പോൾ കൂടിക്കൂടി ഇപ്പം മഴയുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഓരോന്ന് എന്നായിട്ടുണ്ട്. കുടിച്ചങ്ങ് തുടങ്ങിയാൽ പിന്നെ അതിനൊരു ലിമിറ്റൊന്നുമില്ല. പിന്നെ ആകെയുള്ളൊരു ഗുണം എന്ന് പറയുന്നത് എവിടെ കിറങ്ങിയിരുന്നാലും ആരോൺ വരും ലൂക്കയെ കൂട്ടാൻ. കുരിശിങ്കലെ കാര്യസ്ഥൻ്റെ മകനാണ് ആരോൺ. അന്നും അടിച്ച് ഓഫായപ്പോൾ ആദ്യം ലൂക്ക വിളിച്ചത് അവനെ തന്നെയായിരുന്നു. കാർ പതിയെ അത്യാവശ്യം വലിയൊരു തറവാട് വീട്ടിലേക്ക് ഒതുക്കുമ്പോൾ ആരോണിൽ നിന്നും ചെറിയൊരു നെടുവീർപ്പ് ഉയർന്നു. പിൻസീറ്റിൽ പകുതി ബോധത്തോടെ കിടക്കുന്ന ലൂക്കയെ ഒന്ന് എത്തിച്ചു നോക്കിക്കൊണ്ട് ആരോൺ വേഗത്തിൽ കാറിൽ നിന്ന് ഇറങ്ങി. അവൻ ഒരു ഡോർ തുറന്ന് പിടിച്ചുകൊണ്ട് ലൂക്കയെ രൂക്ഷമായി ഒന്ന് നോക്കി. ദേ ലൂക്കാച്ച, ഇറങ്ങിക്കേ, എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്, ആരോൺ കെറുവിച്ചു. നിന്നോട് ഞാൻ പറഞ്ഞോടാ എന്നെ ഇവിടെ കൊണ്ടിടാൻ. എന്നിട്ട് അവൻ്റെ ഒരു മറ്റേടത്തെ പറച്ചിൽ. ബാക്കി പറയാൻ വന്ന എന്തോ ഒരു മുഴുത്ത തെറി വിഴുങ്ങിക്കൊണ്ട് ലൂക്ക തറപ്പിച്ച് ആരോണിനെ ഒന്ന് നോക്കി. ഇപ്പം ഇതുവരെ കൊണ്ടുവന്ന് എത്തിച്ചതാണോ കുറ്റം? ആരോണിൻ്റെ മുഖം വീർത്തു വന്നു. ലൂക്ക ഒരു പുച്ഛച്ചിരിയോടുകൂടി പുറകിലെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. ഒന്ന് വേച്ചു വീഴാൻ പോയ ലൂക്കയെ പിടിക്കാൻ നോക്കിയ ആരോണിനെ അവൻ തട്ടിത്തെറിപ്പിച്ചു. നീ എന്ത് എൻ്റെ കെട്ടിയോളോ ഞാൻ വീഴുമ്പോഴേക്കും വന്ന് കയറി പിടിക്കാൻ? ലൂക്ക അവൻ്റെ നേരെ കണ്ണുരുട്ടി. ഈ മനുഷ്യനെ കൊണ്ട് വല്ലാത്ത ഇടങ്ങേറായല്ലോ. ആരോൺ തലയിൽ കൈവച്ചു പോയി. ദേ ലൂക്കാച്ച, കള്ളു കുടിച്ച വയറ്റി കിടക്കണം. എടാ കുടിച്ചത് ഇച്ചിരി ഓവറായിപ്പോയടാ. എങ്ങനെങ്കിലും എന്നെ വീട്ടിൽ എത്തിക്കണേ എന്ന് പറഞ്ഞ് ബാറിലിരുന്ന് മൂങ്ങിയിട്ട് ഇപ്പം ഞാൻ കൊണ്ടുവന്ന് വിട്ടപ്പോൾ നിങ്ങളുടെ കെട്ടിയോളൊന്നുമല്ലല്ലോ എന്നില്ലേ? അല്ലേലും എന്നെ പറഞ്ഞാൽ മതി. എത്ര കേട്ടാലും ഞാൻ പഠിക്കില്ല. പല്ല് ഞെരിച്ചുകൊണ്ട് ആരോൺ പിറുപിറുത്തു. ലൂക്ക ആരോണിൻ്റെ ശകാരങ്ങളൊന്നും വകവെക്കാതെ വേഗത്തിൽ മുന്നോട്ട് നടന്നു. വീടിന് മുന്നിൽ തന്നെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന ബെല്ലായി ഉപയോഗിക്കുന്ന മണിയിലേക്ക് 1-2 വട്ടം കൈവീശി അടിക്കാൻ നോക്കിയിട്ടും ലൂക്കയുടെ കാലുകൾ ഉറക്കാത്തതുകൊണ്ട് കൈകൾ ലക്ഷ്യസ്ഥാനത്തിൽ എത്തുന്നുണ്ടായിരുന്നില്ല. നിന്ന് മാർഗം കളി തുള്ളാതെ മാറങ്ങോട്ട്. കണ്ണുരുട്ടി പേടിപ്പിച്ചുകൊണ്ട് ആരോൺ ശക്തിയിൽ 1-2 വട്ടം ആ മണിയടിച്ചു. പൊടുന്നനെ മുന്നിലുള്ള ഡോർ മലർക്കെ തുറന്നു. പഴയ മരവാതിലായതുകൊണ്ട് വല്ലാത്തൊരു ശബ്ദത്തോടു കൂടിയാണ് അത് തുറന്നത് പോലും. തൊട്ടുമുന്നിൽ നിൽക്കുന്ന പെൺരൂപത്തിലേക്ക് ആരോണിൻ്റെയും ലൂക്കയുടെയും മിഴികൾ ഒരുപോലെ പാഞ്ഞു. പത്മ, പൂ പോലെ ഒരു പെൺകുട്ടി. കറുത്തു മെലിഞ്ഞ രൂപം, അതിൽ നക്ഷത്രങ്ങൾ പോലെ തിളങ്ങുന്ന നീണ്ട മിഴികൾ. നീണ്ട മിനുസമുള്ള കറുത്ത പട്ടുപോലുള്ള കനത്ത മുടിയിഴകളാണ് അവളിലെ മറ്റൊരു പ്രത്യേകത. ഒരു കറുപ്പഴകി. ഇന്നും കുടിച്ചിരിക്കാം. പത്മ സന്ദേഹത്തോടെ ലൂക്കയെ ഒന്ന് നോക്കിയതിന് ശേഷം ആരോണിൻ്റെ മുഖത്തേക്കൊരു നോട്ടം. അതിന് നീ എന്നതിനാ എന്നെ നോക്കി പേടിപ്പിക്കുന്നത്? ഞാൻ കൊണ്ടുപോയി കുടിപ്പിച്ച പോലെ ഉണ്ടല്ലോ നിന്റെ നോട്ടം കണ്ട. ചെറിയൊരു നീരസത്തോടെ ആരോൺ പറഞ്ഞു. ഇയാളെ നോക്കാൻ പാടില്ലേ? പത്മ ചോദിച്ചു. ആ ഉണ്ടക്കണ്ണ ഇങ്ങനെ വിടർത്തി നോക്കുമ്പോൾ വലിയ രസമൊന്നുമില്ല. ആരോൺ ഒട്ടും വിട്ടുകൊടുത്തില്ല. ഓ, നിങ്ങൾ വലിയ അഴകാണല്ലോ. പത്മയുടെ ചുണ്ടിൻ്റെ കീഴിൽ പരിഹാസത്തിൻ്റെ ചിരി തടഞ്ഞു. എന്താടി എനിക്കൊരു കുറവ്?
ഞാൻ കോളേജിൻ്റെ മുന്നിലൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ പെൺപിള്ളേരെൻ്റെ മുഖത്ത് നിന്ന് കണ്ണടിക്കില്ല, നിനക്കറിയോ? ആരോൺ തർക്കിച്ചു. കോളേജിൻ്റെ മുന്നിൽ മാത്രമല്ല, പാടത്തും കൊണ്ട് നിർത്താം, കോലമായി. ആ പത്മ തിരിച്ചടിച്ചു. കോലം നിൻ്റെ അപ്പ. അതാ കോലമല്ല, കാലൻ. മുൻജന്മത്തിൽ ഞാൻ ചെയ്ത പാപം. അവളുടെ തിരിച്ചുള്ള ഇടറിയുള്ള മറുപടി കേൾക്കെ ആരോൺ പിന്നെ കൂടുതലൊന്നും പറയാൻ നിന്നില്ല. അല്ലെങ്കിലും ഒന്ന് രണ്ട് ചൊറിച്ചിലും കൂടി കൂടുതൽ ചൊറിയേണ്ടതാണ്. എന്നെ ഒന്ന് എവിടെയെങ്കിലും കൊണ്ട് ചാരി ഇരുത്തെങ്കിലും ചെയ്യടാ, എന്നിട്ട് അടി കൂടിക്കോ രണ്ടും കൂടെ. ലൂക്ക രണ്ട് കാലിൽ നല്ല നിലക്ക് നിൽക്കാൻ കഴിയാതെ പറഞ്ഞു. ഓ, വലിച്ചേറ്റുമ്പോൾ ഓർക്കണമായിരുന്നു. നിങ്ങളെ പിടിക്കാൻ വന്നപ്പോൾ നീ എൻ്റെ ഭാര്യയൊന്നുമല്ലല്ലോ എന്നല്ലേ ഇച്ചായൻ ചോദിച്ചത്? അതൊരു 5 മിനിറ്റ് മുന്നേ അല്ലേ? ഇപ്പോൾ വന്ന് പിടിക്കണം മിസ്റ്റർ, ലൂക്ക പറഞ്ഞു. ഓ, ഈ 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾ എന്നെ മിന്നു കിട്ടിയോ? ആരോൺ മുണ്ടൊന്നുകൂടെ മുറുക്കിയെടുത്തുകൊണ്ട് ചോദിച്ചു. പത്മയും ആരോണും കൂടെ ലൂക്കയുടെ ഇരു കൈകളും തങ്ങളുടെ തോളിലേക്ക് ഇട്ടു. കടവുളെ, മുടിഞ്ഞ വെയിറ്റ്. നീ ഇങ്ങേർക്ക് എന്താടി ദിവസവും ഉരുട്ടി കൊടുക്കുന്നത്? ഭക്ഷണം തന്നെയല്ലേ, അല്ലാതെ ആട്ടുകല്ലോ അമ്മിക്കല്ലോ ഒന്നല്ലല്ലോ. നിന്റെ കൂടെ ഇങ്ങേരാണോ കഴിക്കുന്നത്? നീ ദിവസം വരുന്തോറും ശോഷിച്ചു വരുവാണല്ലോ. പത്മ എന്തോ മറുപടി പറയുന്നതിന് മുമ്പേ ലൂക്ക ആരോണിൻ്റെ തോളിൽ ഇട്ടിരിക്കുന്ന കൈയൊന്ന് ഇറുക്കി. അയ്യോ ലൂക്കാച്ച, കഴുത്തിൽ നിന്ന് വിട്. ആരോൺ ഒന്ന് കുതറി. ഇനി എന്നെ കൊണ്ട് കിടത്തുന്നവരെ നീ അവളെ ചൊറിയാൻ പോയി കഴിഞ്ഞാൽ നിന്നെ ഞാൻ പറപ്പിക്കും, പറഞ്ഞേക്കാം. ഒരു സുഖവും സമാധാനവും തരില്ല രണ്ടും കൂടെ മനുഷ്യന്, ലൂക്ക ദേഷ്യത്തോടെ പറഞ്ഞു. എത്രയൊക്കെ അടിച്ചാലും നിങ്ങളുടെ ഈ പവർ ഉണ്ടല്ലോ ഇച്ചായ, അത് സമ്മതിച്ചേ പറ്റൂ. എത്ര കുപ്പിയായി ഇന്ന് കമഴ്ത്തിയിരിക്കുന്നത്, എന്നിട്ട് ഒരിത്തിരി ബോധം പോയിട്ടില്ല, ആരോൺ തമാശ പറയും മട്ടിൽ പറഞ്ഞു. അതുണ്ടെങ്കിലല്ലേ പോകൂ, പത്മ ചിരിയോടെ ചോദിച്ചു. ആ തമാശ ആരോണിന് ഇഷ്ടമായി എന്ന് തോന്നുന്നു. അവനും പത്മക്കൊപ്പം ചിരിച്ചു. ലൂക്ക ഇരുവരെയും നോക്കി കണ്ണുരുട്ടി. ഒരു ചായ കിട്ടുമോ? ലൂക്ക അല്പം ഗൗരവത്തോടെ ചോദിച്ചു. വേണമെങ്കിൽ തന്നെ വന്നുണ്ടാക്കി കുടിക്കണം. കറിക്കരിയുകയായിരുന്ന പത്മ അവനെ പിന്തിരിഞ്ഞൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. തല പെരുക്കുന്നു, ലൂക്ക തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. ചായ തന്നു കഴിഞ്ഞാൽ വയറ്റിലുള്ളതും വായിലൊഴിച്ചതും കൂടെ പിരിയുമോ? പത്മ എടുത്തു ചോദിച്ചു. ഏയ് ഇല്ല, ഇന്നലെ കുടിച്ചതൊക്കെ രാത്രി തന്നെ വാള് വെച്ച് പോയി, ലൂക്ക കണ്ണൊന്ന് തിരുമ്മിക്കൊണ്ട് പതിയെ പറഞ്ഞു. ഓഹ്, എന്തൊരഭിമാനത്തോടെയാണ് ആ പറച്ചിൽ, പത്മ ചോദിച്ചു പോയി. നിനക്ക് പറ്റുമെങ്കിൽ താ, ഇല്ലെങ്കിൽ ഞാൻ ഇട്ട് കുടിച്ചോളാം. ഓ വേണ്ട, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വാശി കാണിച്ചിട്ട് ചായയിൽ പഞ്ചസാരക്ക് പകരം ഉപ്പിട്ട് കലക്കാനല്ലേ? മൂക്കറ്റ കുടിക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇതിപ്പോൾ നേരിട്ട് കണ്ടത് നിങ്ങളെയാണ്. പത്മ പിറുപിറുത്തുകൊണ്ട് ചായപാത്രം വെള്ളം ഒഴിച്ച് സ്റ്റൗവിലേക്ക് വെച്ചു. ലൂക്ക നെറ്റിയിൽ കൈ കൊടുത്തുകൊണ്ട് ഉമ്മറത്തേക്ക് പോയിരുന്നു. പത്മ ചായയുമായി തിരിച്ചിറങ്ങി. ലൂക്കയ്ക്ക് ഒരു ഗ്ലാസ് കൊടുത്ത ശേഷം അവളൊരു ഗ്ലാസ്സുമായി തിണ്ണയിൽ കയറിയിരുന്നു. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുറ്റത്ത് നിർത്താതെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ലൂക്കയുടെയും പത്മയുടെയും കണ്ണുകൾ ആ മഴയിലേക്ക് തന്നെ നീണ്ടുകൊണ്ടിരുന്നു. ലൂക്കയുടെ മനസ്സ് അന്നേരം തികച്ചും ശൂന്യമായിരുന്നുവെങ്കിലും പത്മയുടെ മനസ്സിൽ എന്തെല്ലാമോ കലങ്ങി മറിയുന്നുണ്ടായിരുന്നു. പത്മയുടെ ഓർമ്മയിലേക്ക് പല പല കാര്യങ്ങളും ഓടി വന്നുകൊണ്ടിരുന്നു. ഓർമ്മകളുടെ ചുഴിയിൽപ്പെട്ടുപോയ പത്മ ഒരു ദീർഘനിശ്വാസത്തോടെ പുറത്തു കടക്കാൻ നോക്കി. പക്ഷെ അതിനു മുന്നേ ചുട്ടുപഴുത്ത ആ ഭൂമിയും കരിമണ്ണും കരിമ്പും തോട്ടത്തിൻ്റെ പച്ചപ്പുമെല്ലാം പത്മയുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു കഴിഞ്ഞിരുന്നു. ഉത്തർപ്രദേശ്, കരിമ്പ് വിളയുന്ന നാട്. നന്മയും തിന്മയും ലോകത്തെല്ലായിടത്തും ഉണ്ട്. പക്ഷെ പത്മ കണ്ടറിഞ്ഞ ഉത്തർപ്രദേശിൽ നന്മ ഉണ്ടായിരുന്നില്ല. പകരം പെണ്ണിനെ ബലിയാടാക്കുന്ന തിന്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ കൈകൾ തൻ്റെ ഉദരത്തിൽ ഒന്ന് തലോടി. കൂട്ടിത്തുന്നിയ വയറിൻ്റെ ഏതോ ഭാഗത്ത് കൈ ഒന്ന് തടയവേ കരയരുത് എന്ന് കരുതിയിട്ടും ഒരു നീർത്തുള്ളി അവളുടെ കവിളിലൂടെ ഒഴുകിയിറങ്ങി കഴിഞ്ഞിരുന്നു. നഷ്ടം, തീർത്താ തീരാത്ത നഷ്ടം, ദ്രോഹം. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് ചെയ്യാൻ പാടില്ലാത്ത അത്രയും വലിയ ദ്രോഹം. തൻ്റെ അപ്പൻ തന്നോട് ചെയ്തത് മാപ്പർഹിക്കാത്ത തെറ്റ്. പത്മ ഇരു കണ്ണുകളും കൂട്ടിയടച്ചു. ഒരു നീർത്തുള്ളി അവളുടെ കവിളിലൂടെ ഒഴുകി ധാവണിക്കുള്ളിലേക്ക് ഒളിച്ചു. കരിമ്പിൻ തോട്ടത്തിൽ പണിയെടുപ്പിക്കാൻ വേണ്ടി കരാറടിസ്ഥാനത്തിലാണ് അവർ സ്ത്രീകളെ കൊണ്ടുവരിക. പത്മയുടെ അച്ഛൻ മലയാളിയാണ്, അമ്മ തമിഴും. ജനിച്ചതും വളർന്നതും എല്ലാം ഇങ്ങ് കേരളത്തിൽ തന്നെയാണ്. അച്ഛൻ എന്ന ജഗുത്താൻ പത്മയുടെ അമ്മക്ക് പറ്റിയ ഒരു അബദ്ധമായിരുന്നു. ആ സ്ത്രീ മരിക്കുന്നവരെയും കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് പത്മയെ കൊണ്ടു നടന്നത്. പക്ഷെ അവരുടെ മരണത്തോടെ ജയൻ അവളെ മറ്റൊരിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഒരു കരിമ്പിൻ തോട്ടത്തിൽ കരാറടിസ്ഥാനത്തിലുള്ള പണിയായിരുന്നു. ചെയ്ത് കിട്ടുന്ന പണം മുക്കാലും വാങ്ങാൻ കൃത്യം ജയൻ എല്ലാ മാസവും എത്തും. കരിമ്പിൻ തോട്ടത്തിൽ പണിയെടുക്കുന്ന സ്ത്രീകളിൽ പലരുടെയും വയറിന് കീഴെ കൂട്ടിത്തുന്നിയ മുറിപ്പാടുകൾ പത്മ ശ്രദ്ധിച്ചിരുന്നു.
പക്ഷെ പത്മ അതിനെപ്പറ്റി ഒന്നും ചോദിച്ചില്ല. ആരോടും വലിയ അടുപ്പത്തിനും പോയില്ല. അങ്ങനെ ഇരിക്കെയാണ് ആ മുറിപ്പാടുകളുടെ അർത്ഥം പത്മ തിരിച്ചറിയുന്നത്. മാസമുറ ഉള്ള സമയത്തും പ്രസവത്തിന് പോകുന്ന സമയത്തും സ്ത്രീകളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ സാധിക്കാത്തതിൽ അവൾ സ്ത്രീകളുടെ ഗർഭപാത്രം നീക്കം ചെയ്യുകയായിരുന്നു എന്ന് പോലും. ഒരിക്കൽ ആർത്തവവേദന കാരണം പത്മ ആ തോട്ടത്തിൽ തലകറങ്ങി വീണു. അവർ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷെ ആ ഹോസ്പിറ്റലിൽ വിട്ട് തിരികെ ഇറങ്ങുമ്പോൾ പത്മക്ക് തൻ്റെ ഗർഭപാത്രം നഷ്ടമായിപ്പോയി. ഒരുപാട് കരഞ്ഞു, ഒരുപാട് പേരോട് വഴക്കിട്ടു. ഒന്നും ഉണ്ടായില്ല, ഒന്നും. ഗർഭപാത്രം നഷ്ടപ്പെടുന്ന ആദ്യത്തെ വ്യക്തിയായിരുന്നില്ല അവിടെ പത്മ. അവിടെയുള്ളവർക്ക് ഇതൊക്കെ സാധാരണമായി പോയിരിക്കുന്നു. ആ ഇടക്കാണ് പത്മ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നത്. ചെന്നുപെട്ടത് ലൂക്കയുടെ അടുത്തുമായിരുന്നു. കൂട്ടുകാരുടെ കൂടെ നാട് ചുറ്റാൻ ഇറങ്ങിയ ലൂക്ക തിരികെ വീട്ടിലേക്ക് വരുന്നത് പത്മയെയും കൊണ്ടായിരുന്നു. അപ്പനും അമ്മയും എതിർത്തപ്പോൾ അവൻ അവളെയും കൊണ്ട് ഒരു വാടക വീട്ടിലേക്ക് മാറി. അവളുടെ അപ്പക്കെതിരെ കേസ് കൊടുത്തു. ഇപ്പോൾ അതിൻ്റെ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. കേസ് കഴിഞ്ഞാൽ അവളെ ഒഴിവാക്കണമെന്നാണ് അപ്പയും അമ്മയും പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ലൂക്കക്ക് അതിന് പറ്റണ്ടേ? പത്മ ലൂക്കയുടെ ഹൃദയത്തിൽ അങ്ങ് വേരുറപ്പിച്ചു കഴിഞ്ഞു. അവളുടെ ഉള്ളിലും ലൂക്ക ഉണ്ടെന്നുള്ളത് നേരാ. പക്ഷെ അവളത് അങ്ങ് സമ്മതിച്ചു തരില്ല. അത് ലൂക്കക്ക് ഉറപ്പാണ്. അന്ന് വിധി വരുന്ന ദിവസമായിരുന്നു. കോടതി വരാന്തയിൽ ലൂക്ക അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വസ്ഥനായി നടക്കുകയായിരുന്നു. പത്മ ഒരു തൂണിൽ ചാരി ദൂരേക്ക് നോക്കി നിന്നു. അവളുടെ കണ്ണുകളിൽ ഭയമായിരുന്നില്ല, മറിച്ചൊരു തരം മരവിപ്പായിരുന്നു. തനിക്ക് നഷ്ടപ്പെട്ടതിനൊന്നും ഒരു കോടതി വിധിക്കും പകരമാകാൻ കഴിയില്ല എന്ന സത്യം അവൾ തിരിച്ചറിഞ്ഞിരുന്നു. കേസ് വിളിച്ചു. കൂട്ടിത്തുന്നിയ വയറിലെ പാടുകളും നഷ്ടപ്പെട്ട സ്വപ്നങ്ങളും സാക്ഷി പട്ടികയിൽ നിരന്നു. കരിമ്പിൻ തോട്ടങ്ങളിൽ നടക്കുന്ന ആ ക്രൂരതകൾ ലൂക്ക അക്കമിട്ട് നിരത്തി. വാദത്തിനൊടുവിൽ കോടതി വിധി പ്രസ്താവിച്ചു. പത്മയുടെ അച്ഛൻ ജയനും കരാർ ഉറപ്പിച്ചവനും കഠിന തടവും പിഴയും. പ്രതിക്കൂട്ടിൽ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ജയൻ നിൽപ്പുണ്ട്. തൻ്റെ മകളുടെ ജീവിതം വിറ്റ കാശുകൊണ്ട് കുടിച്ച് വീർപ്പിച്ച വയറും അഹങ്കാരം നിറഞ്ഞ കണ്ണുകളും അയാൾക്ക് ഇപ്പോഴും ഉണ്ട്. അവൾക്ക് അസുഖം വന്നതിന് ഞാൻ ചികിത്സിച്ചു. അതിന് എന്തിനാണ് കോടതി എന്നെ ശിക്ഷിക്കുന്നത്? അയാൾ ഇല്ലാത്ത കണ്ണുനീർ ഒഴുക്കിക്കൊണ്ട് ചോദിച്ചു. പത്മ തലയുയർത്തി. അവൾ ജയനെ നേരെ നോക്കി. എൻ്റെ അപ്പൻ. അവൾ വിതുമ്പിപ്പോയി. പിന്നെ ശബ്ദം കടുപ്പിച്ചു. അസുഖം വന്നപ്പോൾ ചികിത്സിച്ചതാണല്ലേ? മരുന്നിൻ്റെ മയക്കത്തിൽ ഞാൻ കിടക്കുമ്പോൾ എൻ്റെ ഗർഭപാത്രം അവർ മുറിച്ചു മാറ്റിയത് എന്ത് അസുഖത്തിൻ്റെ പേരിലായിരുന്നു? ആർത്തവാവധി ചോദിക്കാതെ, ശ്വാസം വിടാൻ പോലും അനുവദിക്കാതെ ആ തോട്ടത്തിൽ പണിയെടുപ്പിക്കാൻ വേണ്ടിയായിരുന്നില്ലേ? കോടതി മുറിയിൽ ഒരു മരവിപ്പ് പടർന്നു. ജയൻ പുച്ഛത്തോടെ മുഖം തിരിച്ചു കളഞ്ഞു. അത് കണ്ടപ്പോൾ പത്മയുടെ ഉള്ളിലെ സങ്കടം അഗ്നിയായി മാറി. അപ്പൻ എന്തിനാ മുഖം തിരിക്കുന്നത്? എൻ്റെ ചോരക്ക് അപ്പൻ വാങ്ങിയ ആ പണം കൊണ്ട് അപ്പൻ്റെ വയറ് നിറഞ്ഞോ? ഒരു പെണ്ണിൻ്റെ പൂർണ്ണത അവളുടെ ഗർഭപാത്രമാണെന്ന് പറയുന്ന ഈ നാട്ടിൽ സ്വന്തം മകളെ ഒരു ജഡം മാത്രമാക്കി മാറ്റിയപ്പോൾ അപ്പൻ്റെ കൈ വിറച്ചില്ലേ? അവൾ തൻ്റെ സാരിത്തുമ്പ് വയറിനോട് ചേർത്ത് പിടിച്ച് വിറയലോടെ പറഞ്ഞു. ഇനി ഒരിക്കലും എൻ്റെ ഉള്ളിൽ ഒരു ജീവൻ തുടിക്കില്ല. ഒരു കുഞ്ഞെന്നെ അമ്മ എന്ന് വിളിക്കില്ല. 10 മാസം ചുമക്കാം. എനിക്കൊരു വയറില്ല അപ്പ. ഒരു പെണ്ണിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ദ്രോഹം സ്വന്തം ചോരക്ക് കൊടുത്ത അപ്പനെ ഏത് കോടതിയാണ് വെറുതെ വിടുക? പത്മ പൊട്ടിക്കരഞ്ഞു പോയി. കോടതിയിലുണ്ടായിരുന്നവർ പോലും കണ്ണുകൾ തുടച്ചു. ലൂക്കയുടെ കൈകൾ മുഷ്ടി ചുരുട്ടി വിറക്കുന്നുണ്ടായിരുന്നു. ജഡ്ജി അവൾക്ക് നിശബ്ദത പാലിക്കാൻ ഓർഡർ കൊടുത്തു. എങ്കിലും അവർക്കും അവളോട് സഹതാപം തോന്നിയിരുന്നു. കോടതി മുറിയിലെ ആ നിശബ്ദതക്ക് ശ്വാസം മുട്ടിക്കുന്ന ഭാരമുണ്ടായിരുന്നു. ജഡ്ജി വിധിന്യായം വായിച്ചു തീർത്ത് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോയിട്ടും ആരും അവിടെ നിന്ന് അനങ്ങിയില്ല. ഒരു മനുഷ്യായുസ് മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്ന ശൂന്യതയെ ഒരു തടവു ശിക്ഷ കൊണ്ട് എങ്ങനെയാകും അളക്കുക? ലൂക്ക തൻ്റെ വക്കീൽ കോട്ടിൻ്റെ ബട്ടൺസ് അഴിച്ചു മാറ്റി. അവൻ്റെ നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞിരുന്നു. പത്മ പതുക്കെ സാരിത്തലപ്പ് കൊണ്ട് മുഖം തുടച്ചു. അവൾ പതിയെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ജയൻ്റെ അടുത്തേക്ക് നടന്നു. ജയൻ ഇപ്പോഴും ആ പഴയ പുച്ഛത്തോടെ തന്നെയാണ് അവളെ നോക്കുന്നത്. മകൾ എന്നതിലുപരി കൈവിട്ടുപോയ ഒരു കറവ പശുവിനെ നോക്കുന്ന ഭാവം. പത്മ അയാളുടെ മുന്നിൽ ചെന്ന് നിന്നു. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ കണ്ണീരല്ലായിരുന്നു, പകരം ആഴമേറിയ ഒരു കടൽ പോലെ ശാന്തമായ ഒരു നോട്ടം മാത്രം. കോടതിയുടെ വരാന്തയിൽ ലൂക്കയുടെ അപ്പൻ ജോണും അമ്മച്ചി കത്രീനയും തറഞ്ഞു നിൽക്കുകയായിരുന്നു. ഇതുവരെ പത്മയെ ഒരു അന്യയായി മാത്രം കണ്ടിരുന്ന കത്രീനയുടെ ഉള്ളിൽ ആ കോടതി മുറിയിലെ വെളിപ്പെടുത്തലുകളിൽ കെട്ടുപിണഞ്ഞു പോയി. ഒരു പെൺകുട്ടി പണിയെടുപ്പിക്കാൻ വേണ്ടി മാത്രം അവളുടെ ഗർഭപാത്രം പിഴുതെറിയപ്പെട്ടു എന്ന സത്യം ഒരു ഇടുത്തി പോലെയാണ് കത്രീനയുടെ ഉള്ളിൽ പതിച്ചത്. അവളുടെ വേദനയുടെ ആഴം ഇപ്പോഴാണ് അവർക്ക് ബോധ്യപ്പെട്ടത്. അവർ ലൂക്കയെ നോക്കി. ജോണിൻ്റെ മുഖത്തെ കർക്കശത്തിന് അല്പം മങ്ങലേറ്റിയിരുന്നു.
എങ്കിലും ആ കോടതി മുറിയിൽ വെച്ച് പത്മ തൻ്റെ അവസ്ഥ പറഞ്ഞപ്പോൾ അയാളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോയിരുന്നു. ലൂക്ക പത്മയുടെ അടുത്തേക്ക് നടന്നു. അവൻ ഒന്നും മിണ്ടിയില്ല. എന്താണ് പറയേണ്ടതെന്ന് അവനറിവില്ലായിരുന്നു. ഒരു വക്കീൽ എന്ന നിലയിൽ താൻ കേസ് ജയിച്ചിരിക്കുന്നു. ഇച്ചായോ? പത്മ പതുക്കെ വിളിച്ചു. ലൂക്ക അവളെ ഒന്ന് നോക്കി. അവളുടെ കണ്ണുകളിൽ ഒരു മങ്ങിയ പുഞ്ചിരി പടർന്നു. അവൾ തൻ്റെ വിറക്കുന്ന കൈകൾ കൊണ്ട് കാതിലിരുന്ന ചെറിയ 2 പൊന്നു മൊട്ടുകമ്മലുകൾ ഊരിയെടുത്തു. അവൾ അവൻ്റെ കൈവെള്ളയിലേക്ക് ആ ചെറിയ കമ്മലുകൾ വെച്ചു കൊടുത്തു. ഇത് വക്കീൽ ഫീസാണ് സാർ. എൻ്റെ അമ്മ മരിക്കുന്നതിന് മുന്നേ എനിക്ക് തന്നതാ. ഇതിനേക്കാൾ വലുതൊന്നും തരാൻ എൻ്റെ കയ്യിലില്ല. എനിക്ക് വേണ്ടി വാദിച്ചതിന്, ആ കരിമ്പൻ തോട്ടത്തിൽ നിന്ന് എന്നെ ഇവിടെ എത്തിച്ചതിന് ഈ പത്മയുടെ നന്ദിയാണിത്. ലൂക്കയുടെ കൈകൾ വിറച്ചു. ആ തണുത്ത സ്വർണ്ണ കമ്മലുകൾ അവൻ്റെ ഉള്ളിൽ പൊള്ളലുണ്ടാക്കി. എനിക്കിത് വേണ്ട പത്മ, നീ ഇത് തിരിച്ചിട്ടെ. ലൂക്കയുടെ തൊണ്ടയിടറി. വക്കീൽ ഫീസ് വാങ്ങാതെ കേസ് നടത്തുന്നത് മോശമല്ലേ? അവൾ തമാശ രൂപേണ പറഞ്ഞെങ്കിലും അവളുടെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. ലൂക്ക മറുപടി പറയാൻ ശ്രമിച്ചു. പക്ഷേ വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. ലൂക്കയുടെ കണ്ണുകളിൽ നിന്ന് നീർത്തുള്ളികൾ അവൻ്റെ കവിളിലൂടെ ഒലിച്ചിറങ്ങി വക്കീൽ കോട്ടിൽ വീണ് ചിതറി. ലൂക്ക മുഖം ഉയർത്തിയില്ല. എല്ലാവരോടും തല്ലുപിടിച്ച് നടക്കാറുള്ള ലൂക്കയാണ് പത്മ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇന്ന് ഈ വക്കീൽ വേഷത്തിൽ കണ്ണീരോടെ നിൽക്കുന്ന ലൂക്കയെ കണ്ടപ്പോൾ അവളുടെ ഉള്ളും ഒന്ന് പിടഞ്ഞു. ദൂരെ നിന്ന് ഇതെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു കത്രീന. അവരുടെ മാതൃത്വം ഉണരുകയായിരുന്നു. തൻ്റെ മകൻ എന്തിനാണ് ആ പെൺകുട്ടിക്ക് വേണ്ടി നാടുമായി കലഹിച്ചതെന്ന് അവർക്കിപ്പോൾ മനസ്സിലാവുന്നു. പത്മ ലൂക്കയെ ഒന്ന് നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് തിരിഞ്ഞു നടന്നു. പത്മ, ലൂക്ക വിളിച്ചു. അവൾ പതിയെ നിന്നു. ഈ കേസ് കഴിഞ്ഞാൽ നിന്നെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുമെന്ന് ഞാൻ അപ്പനോട് പറഞ്ഞിരുന്നു. പക്ഷേ ലൂക്ക ഒന്ന് നിർത്തി. അവൻ ദൂരെ നിൽക്കുന്ന അപ്പച്ചനെയും അമ്മച്ചിയെയും ഒന്ന് നോക്കി. ആ പക്ഷിയുടെ ബാക്കി ഇനി കേൾക്കണ്ട വക്കീൽ സാറേ. പത്മയുടെ കണ്ണുകളിൽ നിന്നും മഴത്തുള്ളികൾ പോലെ കണ്ണീർ താഴേക്ക് വീണു. അവൾ വേഗത്തിൽ കോടതി വരാന്തയിലൂടെ നടന്നു നീങ്ങി. ലൂക്ക തൻ്റെ കയ്യിലുള്ള ചെറിയ കമ്മലുകളിലേക്ക് നോക്കി. ആ കോടതി മുറ്റത്ത് പെയ്തിറങ്ങിയ മഴയിൽ ലൂക്കയുടെ കണ്ണീരും അലിഞ്ഞു ചേർന്നു. പത്മക്ക് ഭൂമി കറങ്ങുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു. അവളുടെ മുന്നിൽ ഇരുട്ട് പടരുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്കും ഒരു തണുത്ത കൈ അവളുടെ കയ്യിൽ പിടുത്തമിട്ടിരുന്നു. പത്മ പതിയെ തിരിഞ്ഞു നോക്കി. മുന്നിൽ ചുവന്നു കലങ്ങിയ കണ്ണുകളോടെ ലൂക്ക. പത്മക്ക് നെഞ്ചി വിങ്ങി. അവൾക്ക് ഒന്നും പറയാൻ സാവകാശം പോലും കൊടുക്കാതെ ലൂക്ക അവളെ ഇറുകെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞിരുന്നു. എനിക്ക് പറ്റത്തില്ലടി. നീ ഇല്ലാതെ മരിച്ചു ചെല്ലുമ്പോൾ ദൈവം ചോദിക്കത്തില്ലടി എന്തിനാ നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞെന്ന്. നിന്റെ കൈ ഏൽപ്പിച്ചതല്ലേ ഞാൻ എന്ന് ചോദിക്കത്തില്ലേ? ലൂക്ക അവളെ അത്രമേൽ തന്നിലേക്ക് വരിഞ്ഞു മുറുക്കുമ്പോൾ പത്മയുടെ നോട്ടം നിറഞ്ഞ ചിരിയുമായി തങ്ങളെ നോക്കി നിൽക്കുന്ന ലൂക്കയുടെ അപ്പച്ചനും അമ്മച്ചിയിലേക്കുമായിരുന്നു. ഇന്ന് കുരിശിങ്കൽ തറവാട്ടിൽ ലൂക്കയും പത്മക്കും കൂട്ടായി ഒരു കുഞ്ഞു മാലാക കൂടെയുണ്ട്. അവരുടെ ദത്തുപുത്രി മരിയ. ഇന്ന് പത്മ ഒരു അമ്മയാണ്. ഹൃദയം കൊണ്ട് അവൾ മാതൃത്വം ആസ്വദിച്ചു കൊണ്ടിരിപ്പാണ്. കൂടെ അവളുടെ ലൂക്കാച്ചനും ഉണ്ട് കേട്ടോ. അവസാനിച്ചു. സൂര്യകാന്തി. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.